കേരളത്തെ ആകെ ഞെട്ടിച്ച അഫ്ഫാന്റെ കൊലപാതകം അത് 3 ഘട്ടങ്ങളിലായി നടക്കുന്നു. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ സമയവും സ്ഥലവും നമുക്ക് പരിശോധിക്കാം. രാവിലെ 10:30 സ്വന്തം വീട്ടിൽ, പേരുമലയിലെ ആർച്ച് ജംഗ്ഷനിലുള്ള സ്വന്തം വീട്ടിൽ ആദ്യത്തെ കൊലപാതക ശ്രമം നടക്കുന്നത്. സ്വന്തം ഉമ്മയെ, ഷെമിയെയാണ്, വായ മൂടിക്കെട്ടി കഴുത്ത് ഞെരിച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അമ്മ കൊല്ലപ്പെട്ടു എന്ന തോന്നലിലാണ്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അടുത്തൊരു കൊലപാതകത്തിലേക്ക് അഫ്ഫാൻ പോകുന്നത്. ആവശ്യം 25 കിലോമീറ്റർ അപ്പുറത്താണ്. ഉച്ചയ്ക്ക് 1:15 ആ സമയം. അത് കല്ലറയിലെ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീടാണ്. സ്വന്തം ഉപ്പയുടെ ഉമ്മയാണ് സൽമ ബേബി. അവരെ ഭീകരമായി കൊലപ്പെടുത്തി തലക്കടിച്ചുകൊണ്ട് തന്നെ ചുറ്റിയ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. കൊലപാതകം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് അവിടെ നിന്നും പ്രതി മുന്നോട്ട് പോകുന്നത്. പിന്നീട് സ്വന്തം വീട്ടിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അപ്പുറമുള്ള പുല്ലമ്പാറയിൽ SN പുരത്ത് എത്തുന്നു. 3 മണിയാണ് സമയം. ഈ സമയത്താണ് അച്ഛൻ്റെ സഹോദരനെ കൊലപ്പെടുത്തുന്നത്, അബ്ദുൽ ലത്തീഫിനെ. അതോടൊപ്പം തന്നെ സാജിദ ബീഗം, അബ്ദുൽ ലത്തീഫിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. ഈ 2 കൊലപാതകം 20ഓളം തവണ ചുറ്റിയെ കൊണ്ട് അടിച്ചാണ് ഇവർ 2 പേരെയും കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. 3 മണിയാകുമ്പോഴേക്കും 3 കൊലപാതകങ്ങളാണ് അഫ്ഫാൻ നടത്തുന്നത്. അതിനുശേഷമാണ് വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. അപ്പോഴേക്കും സ്കൂൾ വിട്ടുകൊണ്ട് സഹോദരൻ അഹ്സാൻ എത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കാണുന്നത്. സ്വന്തം അമ്മയെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നത് അഫ്ഫാനാണ്. അഫ്ഫാൻ അവിടേക്ക് എത്തുന്നു. അതിനുശേഷമാണ് കുഴിമന്തി വാങ്ങാൻ എന്ന പേരിൽ അഹ്സാനെ കൊണ്ടുപോകുന്നത്. പിന്നീട് അഹ്സാനെ കുഴിമന്തി വാങ്ങാൻ വിടുന്നു. ആ ഘട്ടത്തിലാണ് പെൺ സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നതും കൊലപാതകം നടത്തുന്നതും. ആ ഫർസാനെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഒടുവിൽ അഹ്സാനെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ 4 മണിയാണ് സമയം. അപ്പോൾ ഇങ്ങനെ 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങളാണ് പ്രതി നടത്തിയത്. ഏകദേശം 50 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച ശേഷമായിരുന്നു ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്.